അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഇത് കേട്ടാ നല്ല മട്ട സംഗതി ശരിയാട്ടോ. ഈ മുസ്ലിംമാരൊക്കെ ഏതോ കാലത്ത് ആരോ പറഞ്ഞതും കേട്ടതും ഒക്കെ കേട്ട് ഇങ്ങനെ അന്തം വിട്ട് നടക്കുകയാണ്. ഈ മുജാഹിദീങ്ങൾ നമ്മളോട് പറയുന്നത് ഖുർആന്റെ ഹദീസിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോവുക എന്ന് പറഞ്ഞിട്ട് കേട്ടാ നല്ല സുഖം. പക്ഷെ ഇത് അന്തം വെച്ചൊന്ന് ആലോചിച്ച് നോക്കിക്കണം നിങ്ങള്. മൗലവി പറയട്ടെ, എന്നിട്ട് നമുക്ക് പറയാം. മുജാഹിദ് പ്രസ്ഥാനം ജനങ്ങളോട് പറഞ്ഞ അതേ കാര്യമാണ്. നിങ്ങൾ നിങ്ങളുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും പരിശുദ്ധ ഖുർആന്റെയും തിരുസുന്നത്തിന്റെയും മുമ്പിൽ പ്രദർശിപ്പിക്കുക. അതുമായി യോജിക്കാത്തത് തള്ളി ചെത്തിക്കളയുക. വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ടതില്ല. നിങ്ങളോട് വേറെ ഒന്നും മുജാഹിദ് പ്രസ്ഥാനത്തിന് പറയാനില്ല. ഈ മുജാഹിദ് പ്രവർത്തകന്മാരെ കണ്ട നിങ്ങൾ മുണ്ടിയിലെങ്കിലും വിരോധമല്ല, യാതൊരു പ്രശ്നം. നിങ്ങൾക്ക് ഇനി വിരോധം ഉണ്ടെങ്കിലും നിങ്ങളോടൊപ്പം ഉണ്ടാ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. നിങ്ങളെ വിശ്വാസങ്ങളും ആചാരങ്ങളും വിശുദ്ധ ഖുർആന്റെയും തിരുസുന്നത്തിന്റെയും മുമ്പിൽ വെച്ച് പരിശോധിക്കുവാൻ മുജാഹിദ് പണ്ഡിതന്മാരും തരേണ്ട. എങ്ങനുണ്ട്? പിന്നെ എന്തിനാ ഇവിടെ ഒരു പോയത്തക്കാരനങ്ങൾ മൈക്ക് കെട്ടി ചെലവെടുത്ത് പ്രസംഗിപ്പിച്ച് മൗലവിമാരെ? എങ്ങക്കാണ് ഖുർആൻ മേശപ്പുറത്ത് വെച്ച് ചെത്തിയാ പോരെ? ഇവിടെയുള്ള സാധാരണക്കാരായ മുജാഹിദീങ്ങൾക്ക് ഈ മൗലവിനെ കൊണ്ടെന്ന് ഇവിടെ പ്രസംഗിപ്പിച്ചത് മൂപ്പരെ ചെത്താൻ ഏൽപ്പിച്ചതല്ല. നിങ്ങൾ എന്തിനാ നിങ്ങളത് ചെത്തി? അതിനേക്കാളും നല്ല മട്ടങ്ങൾ ആ മൗലവിക്ക് കൊടുത്ത വണ്ടിക്കൂലിയും മൈക്കൊക്കെ കൊടുത്ത വാടകയും നോക്കിയാ ഒരു 10 മുസാഹിഫ് ഇവിടെ മുജാഹിദീങ്ങൾക്ക് മായി കൊടുത്തൂടെ? എന്നാ പിന്നെ ഇവർക്ക് അത് കച്ചവടം ചെയ്യണ കൂട്ടത്തിൽ തന്നെ മേശപ്പുറത്ത് വെച്ച് അങ്ങനെ ചെത്തിയാ പോരെ? എങ്ങനെ ഉണ്ടാവും എന്നറിയാം. 1ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് പാഠപുസ്തകം വാങ്ങിക്കൊടുത്ത മാതിരിയേക്കാ. എന്താ ഓരോ പാഠം കഴിയണതിനനുസരിച്ച് ഓരോ പേജ് കാണാണ്ടാവൂല. ഈ ചെത്തരേക്കാരം ആ ചെത്തോണ്ട് ഉണ്ടാകുക അല്ലേ? യഥാർത്ഥത്തിൽ ഇത് ജനങ്ങളെ പൊട്ടീസാക്കാണ്. ഇതന്നെ മുനാഫിക്കുകളും പറഞ്ഞു. അപ്പൊ മഹാന്മാരായ ഇമാമിയങ്ങളൊക്കെ ഖുർആൻ അനുസരിച്ചല്ലേ ദീന് പറഞ്ഞത്? അല്ല, അവരെ സ്വീകരിച്ച നിങ്ങൾ വഴികേടിലാകും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്? അവര് പറഞ്ഞ മാതിരി ഒന്നുകൂടി അത്രയും സലഫി പറയാണ്, നിങ്ങൾ എന്ത് ചെയ്യണ്ട, അൽമനാർ നോക്കണ്ട, ഒന്നും നോക്കണ്ട, നിങ്ങൾ എന്ത് ചെയ്തോളി, ഖുർആനും സുന്നത്തും നോക്കിക്കോളി. എപ്പോഴും പറയാറുള്ളതാണ്, പ്രമാണം വിശുദ്ധ ഖുർആനാണ്, 2 പ്രവാചകന്റെ സുന്നത്താണ്. ഈ 2 അടിസ്ഥാന പ്രമാണങ്ങൾക്ക് പുറമെ ഇജ്മാ, ഖിയാസ്, നമ്മൾ ഇങ്ങനെ 4 പ്രമാണങ്ങളാണ് പറയാറുള്ളത്. ഇതിനപ്പുറം അൽ മുർഷിദിലോ അൽ മനാറിലോ സൽസബീലിലോ ഏതെങ്കിലും മുജാഹിദ് പണ്ഡിതന്മാർ എഴുതിയിട്ടുള്ള പുസ്തകങ്ങളിലോ അല്ലെങ്കിൽ അറബി പണ്ഡിതന്മാർ എഴുതിയ പുസ്തകങ്ങളിലോ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടെയോ ശിഷ്യന്മാരായ ഇബ്നു ഖയ്യിം, ഇബ്നു കസീർ, ശംസുദ്ദീൻ ദഹബി പോലുള്ളവരുടേതോ അല്ലെങ്കിൽ ഇമാം നബവിയുടേതോ ഇമാം ഷാഫിയുടേതോ ഇമാം അബു ഹനീഫയുടേതോ ഇമാം മാലിക്കിന്റേതോ ഇവരാരാകട്ടെ, ഇവരിൽ നിന്ന് വന്നത്, അവരുടെ ഗ്രന്ഥങ്ങളിൽ പ്രസിദ്ധീകരണങ്ങളിൽ വന്നത് അത് ഖുർആനിനോ ഹദീസിനോ യോജിച്ചതല്ലാത്ത എതിരായ നിലക്ക് വന്നതാണ് എങ്കിൽ അത് സ്വീകരിക്കാൻ പറ്റില്ല എന്ന ഞങ്ങളുടെ നിലപാട് ഈ സമൂഹത്തിൽ എന്നും ഉറക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പൊ എന്തേ മനസ്സിലായത്? ഖുർആനും സുന്നത്തുങ്ങൾ ഇമാമിയങ്ങൾ പറഞ്ഞെന്ന മാതിരി ഒന്നും സ്വീകരിക്കരുത്. പിന്നെ നിങ്ങൾ കുത്തിർന്നിട്ട് ചെത്തിക്കോളിന്ന ഇത് കേട്ടുകാണ്ട് എന്ത് ചെയ്തു? മഹദൂം തങ്ങളും മമ്പറം തങ്ങളും പൂക്കോയത്തങ്ങളും ബാഫക്കി തങ്ങളും ഷംസുലുലമയും കണ്ണിയത്തുസ്താദും താജുലുലമയും കാന്തപുര ഉസ്താദും ഒക്കെ പഠിപ്പിച്ചത് വിട്ടിട്ട് ചെത്താൻ പോയപ്പോഴുള്ള കോലന്താരങ്ങൾ പട പേടിച്ച് പന്തളത്ത് പോയപ്പോ പന്തം കൊളുത്തിപ്പെടാന്നല്ലേ? ഇവിടെ 4 മുജ്തഹിദീങ്ങളെ പേടിച്ച് പോയതാ മുജാഹിദ്, അവിടെ 3000 മുജ്തഹിദീങ്ങളാണ്. അതാ ഉണ്ടായത്. പിന്നെ ആരെയാ തെക്കിലീത് ചെയ്യേണ്ടതെന്നൊരു പുടുത്തല്ല, കണ്ണോട്ടം കാട്ടാനക്കൂട്ടത്തിൽ ചെന്ന മാതിരി ഇല്ലേ ഈ ഒരു അവസ്ഥ? അതല്ലേ മുജാഹിദിൽ ഉണ്ടായത്? എന്ന സഹോദരന്മാരെ, ഇത് ജനങ്ങളെ വിഡ്ഢികളാക്കാണ്. വഹാബിസത്തിന്റെ തിയറി എന്താണ്? ഈ കള്ളച്ചരക്ക് സമുദായത്തിൽ ചെലവാകണമെങ്കിൽ മുസ്ലിം സമുദായം ഇപ്പൊ കൊളുത്തിയ ഒരു എഞ്ചിനുണ്ട്, അത് കുറ്റിയുറപ്പുള്ള എഞ്ചിനാ. ആ എഞ്ചിൽ നിന്ന് ഈ സമുദായത്തിന്റെ ബോഗിയെ മാറ്റിയിട്ട് ഈ അഫ്ളലുൽ ഉലമ കമ്പനി, വിവരക്കേട് കമ്പനിന്റെ പിറകക്ക് സമുദായത്തെ കൊണ്ടുപോകണം. അല്ലാതെ ഇവിടെ ഒരു മുജാഹിദും ഇവിടെ ഒരു സുന്നിയും സ്വന്തമായി ഖുർആനും സുന്നത്തും മനസ്സിലാക്കാൻ കഴിവുള്ളവരല്ല. ഉണ്ടെങ്കിൽ മുജാഹിദെ പറയും. ഒരു സാധാരണ മുജാഹിദ്, തെറ്റിദ്ധരിച്ചു പോയ മുജാഹിദിനോട് ഞാൻ ചോദിക്കട്ടെ, നീ കുനൂത്ത് സുബൈക്ക് ഒഴിവാക്കിയത് ഖുർആനിന് തെളിവ് കണ്ടിട്ടാണോ, ഹദീസെന്ന് തെളിവ് കണ്ടിട്ടാണോ? ഈ ചെത്തിയപ്പോ കിട്ടിയതാ? അല്ല, മൗലവി വന്ന് എന്നോട് പറഞ്ഞെന്ന ഡയലോഗ് എനിക്ക് ശരിയാന്ന് തോന്നി, അതാണ്ട് എടുത്തു. അപ്പൊ എന്താണ്? ഇതൊരു യുക്തിവാദമാണ്. ആ യുക്തിവാദത്തിലേക്ക് മുസ്ലിം സമുദായത്തെ കൊണ്ടുപോണ പരിപാടിയാണിത്.
അല്ലാതെ ആരാ ഖുർആനും സുന്നത്തും ഇവിടെ പരിശോധിക്കല്? അപ്പൊ ഇത് ചോദിച്ചപ്പോ സക്കരിയ സ്വലാഹി പറഞ്ഞ മറുപടി, അതിന് ഞങ്ങളെ കൂട്ടത്തിലും എല്ലാരും മുജ്തഹിദീങ്ങളൊന്നും അല്ല, കുറച്ചാൾക്കാർ മുജ്തഹിദീങ്ങളുണ്ട്, ബാക്കിയൊക്കെ മുഖല്ലിദീങ്ങളാണ്. മദ്ഹബിന്റെ കാര്യത്തിൽ ഞങ്ങളിവിടെ പറഞ്ഞിരുന്നു 4 അല്ല 40 മദ്ഹബ് ഉണ്ടെങ്കിലും സ്വീകരിക്കണം, പക്ഷെ ഖുർആനോട് സുന്നത്തിനോട് യോജിച്ചതേ എടുക്കാവൂ. ഒരൊറ്റ മദ്ഹബിന്റെ ഇമാമും പറഞ്ഞിട്ടില്ല നിങ്ങൾ എന്നെ തഖ്ലീദ് ചെയ്യണം, നിങ്ങൾ എന്നെ തഖ്ലീദ് ചെയ്യണം എന്നൊരൊറ്റ മദ്ഹബിന്റെ ഇമാമും പറഞ്ഞിട്ടില്ല. എന്തേ പറയാഞ്ഞറിയോ? അവർക്ക് വിവരമുണ്ട്, വിനയമുണ്ട്. എന്നാ പിന്നെ മുസ്ലിരെ നിങ്ങൾ എന്തിനാ ഷാഫി ഇമാമിനെ തന്നെ പിടിക്കണത്? ഞങ്ങൾക്ക് വിവരല്ല എന്നുള്ള വിവരമുണ്ട്, വിനയമുണ്ട്. ആ ജാതി ഒരു നല്ല സ്വഭാവം അല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ ഈ ജഹ്ല് മുറക്കബ് തലയിൽ കയറ്റി നടക്കുന്നത്. വിവരല്ല എന്നുള്ള വിവരം നിങ്ങൾക്കില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ ചെയ്തത് ഞങ്ങളെ പിറകെ കൂടിക്കോളി എന്ന് പറയും. ഇമാമിങ്ങൾക്ക് അത്ര വിവരം ഉണ്ടായിട്ടും അത്ര വിശുദ്ധി ഉണ്ടായിട്ടും എന്തു പറഞ്ഞില്ല? നിങ്ങൾ ഞങ്ങളെ തന്നെ സ്വീകരിച്ചോളി എന്ന് പറഞ്ഞില്ല. എന്നാ പിന്നെ നിങ്ങൾ എന്തിനാ ഇമാമിങ്ങളെ തന്നെ സ്വീകരിക്കുന്നത്? അത് ഇമാമിങ്ങൾ പറഞ്ഞൊരു മസല തെറ്റാണ് ശരിയാണ് എന്ന് പറയാനുള്ള അധികാരം അറിവും ഞങ്ങൾക്കില്ല. ഞങ്ങളെക്കാളും അവർക്ക് വിവരമുണ്ട് എന്നുള്ളത് ഞങ്ങൾ അംഗീകരിച്ചു കൊടുത്തതുകൊണ്ട് ആ ഇമാമിങ്ങൾ പറഞ്ഞത് ദീനെന്നാന്ന് മനസ്സിലാക്കി, ഞങ്ങളെക്കാളും വിവരമുള്ളവരാന്ന് മനസ്സിലാക്കി ഞങ്ങൾ അവിടെ നിന്നു. വളരെ വ്യക്തല്ലേ? എന്നാൽ മുജാഹിദീങ്ങൾ ചെയ്തത് എന്താന്ന് പിന്നെ ഞാൻ പറഞ്ഞുതരാം. മൂപ്പര് ഇത് പറയട്ടെ. എന്റെ വാക്ക് തെളിവ് ന്യായവും നോക്കാതെ എടുക്കണമെന്ന് ഒരൊറ്റ ഇമാമും പറഞ്ഞിട്ടില്ല. ഇമാമിങ്ങൾ അത് പറയാഞ്ഞത് അവർ വിവരമുണ്ട്, വിവരം ഉണ്ടാവുമ്പോ വിനയം കൂടും. എന്നാ പിന്നെ നമ്മൾ ഇമാമിങ്ങളെ തന്നെ സ്വീകരിക്കണത് എന്തുകൊണ്ടാ? ഞമ്മക്ക് വിവരല്ല എന്നുള്ള വിവരമുണ്ട്. അതുകൊണ്ട് ഇമാമിങ്ങളിൽ, അല്ലെങ്കിൽ നിങ്ങൾ ആലോചിക്കും മദ്ഹബിന്റെ ഇമാമിങ്ങളിൽ തെറ്റ് കണ്ടുപിടിക്കാന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം LKG കുട്ടിയെ SLC പരീക്ഷന്റെ ആൻസർ പേപ്പറിൽ മാർക്കിടാൻ ഏൽപ്പിച്ചാന്നല്ലേ? ആർക്കത് തിരിയാത്ത? 10 ലക്ഷം ഹദീസ് മനപ്പാടമുള്ള ഇമാമിങ്ങള് ആ ഹദീസുകളിൽ നിന്ന് മനനം ചെയ്തെടുത്ത മസല തെറ്റാണെന്ന് പറയാൻ നിന്റെ കയ്യിൽ എത്ര ഹദീസ് ഉണ്ട്? നാടന്മാര് പറയലില്ലേ, മുട്ടും കൈയില്ലാത്തവൻ ചെറുവിരലില്ലാത്തവനെ കുറ്റം പറയാന്ന്. അതാത് പരിപാടി. LKG കുട്ടി SLC-കാരന്റെ ആൻസർ പേപ്പറിൽ മാർക്ക് ഇട്ടാല് തെറ്റൊക്കെ ശരിയേക്കാരൻ, ശരിയൊക്കെ തെറ്റുവയ്ക്കാരൻ. അതാണ് വഹാബികൾ ഇന്ന് അനുഭവിച്ചുകൊണ്ട്. കിതാബിലേക്കും സുന്നത്തിലേക്കും മടങ്ങണം എന്നാണ്. എന്നിട്ട് ഇവിടെ മുസ്ലിയാർ പറയാണ്, പിന്നെ ഖുർആനും സുന്നത്തും മനസ്സിലാക്കണം. എന്നാ ജമാഅത്തരായത്തോതും സുന്നികളായത്തോതും തബ്ലീഗരായത്തോതും എന്നൊക്കെ ഞാൻ പ്രസംഗിച്ചപ്പോ പറഞ്ഞിരുന്നു. അപ്പൊ നമ്മളെങ്ങനെയാ മനസ്സിലാക്കേണ്ടത്? ഒരു മാർഗം ഞാൻ പറഞ്ഞു, ആയത്തോതുമ്പോ അതിന്റെ പരിഭാഷ നിങ്ങൾക്കും കിട്ടുമല്ലോ. ആ പരിഭാഷ തഖ്ലീദ് ചെയ്യാൻ പറഞ്ഞല്ല, ആര് പറഞ്ഞതാണ് സത്യത്തിനോട് യോജിച്ചെന്ന് നിങ്ങളെ സുന്നികളെ 7 പരിഭാഷയും മുജാഹിദീകളെ പരിഭാഷയൊക്കെ നോക്കി കാര്യം മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അതെങ്ങനെയാ മൗലവി? ഈ സാധു പരിഭാഷ വായിക്കുന്നത് എന്തുകൊണ്ടാ? ഓൻ ഈ ആയത്ത് തിരിയാത്തോണ്ടാണ്. ഈ ആയത്ത് തിരിയാത്ത സാധു 3 മൗലവിമാർ, ഒരു മൗലിയാരും ഒരു മൗലവി ഒരു ജമാഅത്തുകാരനും പാടെ എഴുതിയ 3 ഖുർആൻ പരിഭാഷ മേശപ്പുറത്ത് വെച്ചിട്ട് വായിച്ചു നോക്കി. 3 കോലത്തിലാണ് അർത്ഥം കിട്ടുന്നത്. അപ്പൊ അത് ഏതാ ശരി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എങ്ങനെ മനസ്സിലാക്കാം? അത് 3ഉം വായിച്ചിട്ട് ഏതാണോ തലക്ക് ഫിറ്റ് ആകുന്നത് അത് എടുക്കുക. അല്ലാത്തൊരു മാർഗം അവിടെ അല്ല. അപ്പോഴാ യുക്തിവാദാകുക. മനസ്സിലായില്ലേ? ഈ 3 പരിഭാഷയും വായിച്ചിട്ട് ഏതാണോ മെമ്മറിക്ക് ഫിറ്റ് ആകുന്നത് അത് എടുക്കുക എന്നാണ് വഹാബി മതം. അത് ഇസ്ലാമല്ല. അല്ലാതെ ഈ 3 പരിഭാഷയിൽ നിന്ന് നെല്ലും പതിരും വേർതിരിക്കാൻ എന്ത് മാനദണ്ഡാണ് ആ സാധുവിന്റെ കയ്യിലുള്ളത് സഹോദര? ഒന്നുമില്ല, യുക്തി അല്ലാതെ. അപ്പൊ ഈ 3 പരിഭാഷയും വായിച്ചിട്ട് ഏതാണോ യുക്തിക്ക് ഫിറ്റ് ആയത് അതാണ്ട് എടുക്കും. അപ്പൊ മുജാഹിദാവും. ചിലർക്ക് അതാ ശരി തോന്നുക, ചിലർക്ക് ജമാഅത്താന്ന് തോന്നുന്നു, അതാ ശരി തോന്നുക. നമ്മൾ അങ്ങനെയല്ല. നിങ്ങൾ ആ 3 പരിഭാഷയും പോയി വട്ടം കറങ്ങണ്ട. നിങ്ങൾ ഇവിടെ ഇമാമിങ്ങൾ ദീന് മനസ്സിലാക്കി പഠിപ്പിച്ചു നിൽക്കണം. അവിടെ നിന്നോളി, പൊല്ലാപ്പിന് പോണ്ട. 72 ആയത്തോതി നരകത്തേക്ക് കൊണ്ടുപോകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. മുസ്ലിമേ, സുന്നത്തി ജമാഅത്തിന്റെ അഖീദ വ്യക്തമാണ്. സുന്നത്തി ജമാഅത്ത് സമൂഹത്തിന് എളുപ്പത്തിൽ ബോധ്യമുള്ളതാണ്. ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഓരോ മുജാഹിദ് പ്രവർത്തകനും ഖുർആനും സുന്നത്തും മുമ്പിൽ വെച്ച് ഗവേഷണം നടത്തിയാണ്. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? തഖ്ലീദ്, അന്ധമായ അനുകരണം, തെളിവും ന്യായവും നോക്കാതെ അനുകരിക്കുക എന്നത് അത് പാടില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എല്ലാവരും ഗവേഷണം നടത്തണം. അതന്നെയാണ്. കാരണം എന്താ അറിയോ? തെളിവും ന്യായം നോക്കാതെ അനുകരിക്കരുത് എന്ന് പറഞ്ഞാൽ അതൊരു തരം പോസ്റ്റും കാല് എന്ന് പറഞ്ഞ മാതിരിയാണ്. ഈ തെളിവും ന്യായം നോക്കണീനാണ് ഇജ്തിഹാദ് എന്ന് പറയാ. ഒന്നിരിക്കാത്. അല്ലെങ്കിൽ പിന്നെ തെളിവും ന്യായം നോക്കണ്ട, തെളിവും ന്യായം നോക്കണോല അനുകരിക്കുക, അത് തഖ്ലീദ്. അല്ലാതെ എന്തുണ്ടാവില്ല നിങ്ങള്? ഈ ഇജ്തിഹാദും തഖ്ലീദും പാടെ ഒന്നിച്ചുണ്ടാവില്ല.
തെളിവും ന്യായം നോക്കണീന മൗലവി ഇജ്തിഹാദ് എന്ന് പറയാ. ഒന്നിരിക്ക അപ്പണിക്കാർക്ക് കഴിയൂല. ശംസുൽ ഉലമ പറഞ്ഞു ശംസുൽ ഉലമക്ക് കഴിയൂല. ഇമാം ബുഖാരി തങ്ങൾ പറഞ്ഞു ഇമാം ബുഖാരി തങ്ങൾക്ക് കഴിയൂല. ഇമാം മുസ്ലിം തങ്ങൾ പറഞ്ഞു കഴിയൂല. ഇമാമീങ്ങളായ ഇമാമീങ്ങൾ ഹിജ്റ 3 നൂറ്റാണ്ടിന്റെ ശേഷം എല്ലാരും പറഞ്ഞു ഞങ്ങൾ അതിന് യോഗ്യരല്ല. യോഗ്യർ മുസ്ലിം ലോകത്തിന് മാതൃകാ യോഗ്യരായ ഹിജ്റ 3 നൂറ്റാണ്ടിലെ പ്രഗത്ഭ പണ്ഡിതരായ ഇമാമീങ്ങളാണ്. മൗലൈമാര് പറഞ്ഞു അല്ല, ഓര് പറഞ്ഞതൊന്നും നിങ്ങൾ കേൾക്കണ്ട. അല്ല, ഞങ്ങളും എല്ലാവരും ഗവേഷണം നടത്തുന്നവരല്ല. ഇജ്തിഹാദിന് കഴിവുള്ളവർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടാകും. പക്ഷെ എല്ലാ പണ്ഡിതന്മാരും പ്രസംഗകന്മാരും സാധാരണക്കാരും മുജ്തഹിദുകളാണെന്ന വാദം ഞങ്ങൾക്കില്ല. എന്നാ പിന്നെ നിങ്ങൾ ആ ലിസ്റ്റ് ഒന്ന് തേരി. നിങ്ങളെ കൂട്ടത്തിൽ ആരായി മുജ്തഹിദ് എന്ന് അറിയണം. എന്നാ പിന്നെ ഞങ്ങൾ ഓന്റെ വിവരത്തിലുണ്ട് നിങ്ങൾക്ക് അളന്ന് കാട്ടിത്തരാം. നിങ്ങളെ കൂട്ടത്തിലെ ഈ മുജ്തഹിദീങ്ങളെ ലിസ്റ്റ് ഒന്ന് നിങ്ങൾ പ്രസിദ്ധീകരിക്കുക. അൽമനാറിൽ ലിസ്റ്റ് ഒന്ന് പ്രസിദ്ധീകരിക്കുകയും. അപ്പൊ മടവൂര് മുജാഹിദ് പറഞ്ഞു ഈ മഴക്കാലം തുടങ്ങുന്ന കാലത്തുണ്ട് എല്ലാ അറ്റങ്കലായാലും തവളപുട്ടല് കുനുകുനേനുണ്ടോ എന്ന മാതിരി മടവൂര് മുജാഹിദ് പറഞ്ഞു എല്ലാ പള്ളിക്കല മൊല്ലാക്കി എല്ലാ പള്ളിക്കല ഇമാമിങ്ങളും എല്ലാ മദ്രസിലെ മമ്മികളും വഹാബികളെ പറ്റിയാട്ടോ പറയുന്നത്. എല്ലാരും അള്ളാഹ് ഖുർആനും സുന്നത്തും ഗവേഷണം ചെയ്യണ മുജ്തഹിദീങ്ങളെ കേരളത്തിലാണ്ട് ഇറങ്ങി നോക്കിയാല് രണ്ട് സാധനം ഒന്ന് തമിഴ്നാട്ടിൽ നിന്ന് പണിക്കുന്ന അണ്ണാച്ചികളും രണ്ടാമത്തത് വഹാബി മുജ്തഹിദീങ്ങളും കുനുകുനേന മുജ്തഹിദീങ്ങളാണ്. അതാണ് MI മുഹമ്മദ് സുല്ലമിയാണ് മടവൂര് എഴുതിയത്. അത് സക്കരിയ സ്വലാഹിപ്പ് എടുത്തു പറയാം. മടവൂരികൾക്ക് അങ്ങനെ വാദമുണ്ട്. അറബി കോളേജിൽ ഇറങ്ങണവരൊക്കെ മുത്തലക്ക് മുജ്തഹിദാണ്. അതിന് ഞങ്ങൾ എതിർത്തതുണ്ട്. നിങ്ങൾ ഇപ്പൊ എതിർത്തതാ. ഇപ്പൊ എതിർക്കാനുള്ള കാരണം എന്താ അറിയോ? AP അബ്ദുൽ ഖാദർ മൗലവി നിങ്ങൾ മൗലവിമാരെ തന്നെ നോക്കണ്ടെന്നല്ലേ അയാൾ പറഞ്ഞത്. അങ്ങനെ മൗലവിമാരെ ഒന്നും നോക്കാതെ എല്ലാരും ഗവേഷണം നടത്തി. അപ്പൊ കണ്ടിനി അരിയിൽ വെച്ച അടക്കങ്ങനെ മുളച്ച് കൗകാകണം. പള്ളിനെക്കാളും വലിയ മിഹ്റാബായി സലാം സുല്ലമി ചേകന്നൂരാണ് പോയൊരു പാണം വിട്ട പോക്ക്. അങ്ങനെ ചേകന്നൂര് ഗവേഷണം ചെയ്തിട്ട് പറഞ്ഞു ഖുതുബ പറഞ്ഞ പ്രസംഗാണ്, പ്രസംഗം തന്നെ തിരിയേണ്ടതാണ്. എന്നിട്ട് ചേകന്നൂർ എന്ത് ചെയ്തു അറിയോ? വഹാബി പള്ളിയിൽ ഖതീബായി ജീവിക്കുന്ന കാലത്ത് 10 കൊല്ലം ഖുതുബോധി. എങ്ങനെയാ ഖുതുബോധിയത്? എടിയിലെ ഇരുന്നില്ല. എന്തേ ചേകന്നൂര് പറഞ്ഞു ആൾക്കാർക്ക് ഇപ്പൊ ഈ മലയാളം മനസ്സിലാകാൻ അതിന്റെ അടിയിൽ ഒന്നും കുത്തിർക്കൊന്നും വേണ്ട. എനിക്ക് പ്രത്യേകിച്ച് കാലിനൊരു കടച്ചിലൂല. പിന്നെ എന്താ ഇപ്പൊ 1 അരമണിക്കൂർ മൊത്തത്തിലാണ് പറഞ്ഞാല്. അങ്ങനെ ചേകന്നൂരൊരു പോക്കാണ് പോയി. ചേകന്നൂരിനുണ്ട് കിതാബിന്റെ ഇബാറത്ത്, ചേകന്നൂരിനുണ്ട് ആയത്ത്. അതിന് പഞ്ചുണ്ടാവൂല. ഇനിയോ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അങ്ങനെ ഇതങ്ങനെ മൂക്കലല്ലേ? അതിപ്പോ ഇവിടെ പറയുന്നില്ല. ഏതായിരുന്നാലും മദ്ഹബിനെ സംബന്ധിച്ച് ഞങ്ങൾക്കുള്ളത് പണ്ഡിതന്മാരോട് ചോദിച്ചറിയണം. എല്ലാ മദ്ഹബിന്റെ കിതാബുകളും വായിക്കണം. ഒരു മദ്ഹബിന്റെ മാത്രം മറ്റേ മദ്ഹബിന് വായിക്കാതിരിക്കാൻ പാടില്ല. എന്നിട്ട് എന്ത് ചെയ്യുന്ന എല്ലാ മദ്ഹബിന്റെ കിതാബ് എടുത്ത് വായിച്ചിട്ട് മൗലവിമാർ ഇങ്ങനെ മാർക്കിടും. ഷാഫി ഇമാമ് പറഞ്ഞത് ഇന്നത് ശരി, അബു ഹനീഫ ഇമാമ് പറഞ്ഞത് ഇന്നത് തെറ്റ്. ആരാ? LKG കുട്ടി മാർക്കിടുക. ആരെ? SLC പരീക്ഷക്കാരന്റെ. അതല്ലേ മുജാഹിദെ ഈ പരിപാടി അല്ലേ? എന്നിട്ട് പറയാം ഞങ്ങൾ എല്ലാരും നിങ്ങളെ കൂട്ടത്തിലെ മുജ്തഹിദിന്റെ ലിസ്റ്റ് കിട്ടി. എന്നാ പിന്നെ ഓരോ ക്ലിപ്പിട്ടിരുന്നാ മതിയല്ലോ. ഈ ചള്ളിയും പൊള്ളിയെ കൊണ്ട് ഒഴിവാക്കാനേ. അതൊന്നും പറഞ്ഞു. അപ്പൊ സഹോദരന്മാരെ, സത്യത്തിൽ അതല്ല. ഇത് ജനങ്ങളെ ഇമാമിങ്ങളെ പിന്നിന്ന് വലിക്കാൻ വേണ്ടി മൗലവിമാര് പറഞ്ഞൊരു സുന്ദര മുദ്രാവാക്യാണ്. നിങ്ങൾ ഇമാമിങ്ങൾ പറഞ്ഞു ഒന്നും നോക്കണ്ട, ഖുർആനക്ക് മടക്കിക്കോളി. പക്ഷെ മടക്കേണ്ടതാരാ? അവിടെയാണ് സുന്നി മുജാഹിദും തെറ്റുന്നത്. മടക്കേണ്ടതാരാണ്? ഇമാമിങ്ങൾ പറഞ്ഞു. അതെ, ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ഉൾപ്പെടെ ഹിജ്റ 3 നൂറ്റാണ്ടിന്റെ ശേഷം വന്ന മഹാന്മാരൊക്കെ പറഞ്ഞു മടക്കാൻ കഴിവുള്ളവർ മദ്ഹബിന്റെ ഇമാമിങ്ങളാണ്. മടക്കാൻ കഴിവുള്ളവർ മദ്ഹബിന്റെ ഇമാമിങ്ങളാണ്. മുജാഹിദീങ്ങൾ പറഞ്ഞു അല്ലല്ല, ഞങ്ങളെ കൂട്ടത്തിലുണ്ട് മുജ്തഹിദീങ്ങൾ. ആരാണ് ആ മുജ്തഹിദീങ്ങൾ അറിയോ? അത് കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന സാധനം. നേരത്തെ AP അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞത് മറക്കരുത് മുസ്ലിമേ. എന്താ പറഞ്ഞത്? നിങ്ങൾ ഖുർആന്റെയും സുന്നത്തിന്റെയും വെളിച്ചത്തിലാണ് ചെത്തിക്കളഞ്ഞാ മതി അല്ലേ? അതിനെന്താ ഖുർആനെ? എന്നിട്ട് മൗലവി പറയാണ് ഖുർആൻ എല്ലാവർക്കും തിരിയില്ല എന്നുള്ളൊരു വാദമുണ്ട്. ഖുർആൻ എല്ലാവർക്കും തിരിയില്ല എന്നുള്ളൊരു വാദമുണ്ട് മൗലവിമാർക്ക്. ഖുർആൻ എല്ലാവർക്കും തിരിയും. അല്ലാതെ തിരിയാത്തൊരു ഖുർആൻ അള്ള തരിക. എന്നിട്ട് മരിച്ചു ചെന്നിട്ട് അള്ള പറയാ എന്തേടാ ഖുർആൻ അനുസരിച്ച് അമല് ചെയ്യാഞ്ഞത്? അപ്പൊ പടച്ചോനോട് പറയില്ല, പടച്ചോനെ എനിക്ക് തിരിയാത്തൊരു ഖുർആന്റെ കയ്യിൽ തന്നിട്ട് അതനുസരിച്ച് അമല് ചെയ്യണമെന്ന് പറഞ്ഞാ എനിക്കെങ്ങനെയാ അമല് ചെയ്യാൻ കഴിയാന്ന് ഇപ്പം പറയില്ലേ?
നാഗന് 40 മീറ്റർ അവിടെ ഉണ്ടാവില്ല മൗലവി. മൗലവിന്റെ ന്യായം നോക്കാൻ നിങ്ങൾ. പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമാണ് നിങ്ങൾ മുറുകെ പിടിക്കേണ്ടതെന്ന് ഖുർആൻ പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നമുക്ക് കാണുവാൻ സാധിക്കും. തറക്തു ഫീകും അംറൈനി ലൻ തദില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാഹി വസുന്നതി. രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളിൽ ബാക്കി വെക്കുന്നു. അത് രണ്ടും മുറുകെ പിടിക്കുന്ന പക്ഷം നിങ്ങൾ വഴിവഴക്കുന്ന പ്രശ്നമേ ഇല്ല. അല്ലാഹുവിന്റെ കിതാബും എന്റെ ചര്യയുമാണത്. ഇമാം മാലിക് മുവത്തയിൽ വിവിധ സനദുകളിലൂടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ആശയം ഒരുപാട് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഇന്ന് മുസ്ലിയാക്കന്മാർ പറയുന്നത് എന്താണ്? ഖുർആൻ നമുക്ക് തിരിയൂല, അത് നമുക്ക് മനസ്സിലാവൂല. മനസ്സിലാകാത്തൊരു ഗ്രന്ഥം അല്ലാഹു നമുക്ക് ഇറക്കി തരാം. എന്നിട്ട് ഈ ഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിൽ നാളെ നമ്മൾ വിചാരണ ചെയ്യാം. അതുണ്ടാകുമോ? നീതിമാനായ അല്ലാഹു പടച്ചോനെ, ഞങ്ങൾക്ക് തിരിയാത്തൊരു ഗ്രന്ഥം നീ ഞങ്ങൾക്ക് തന്നിട്ട് എന്തേ നിങ്ങൾ ഖുർആൻ അനുസരിച്ച് ജീവിച്ചില്ല എന്ന് ഞങ്ങളോട് ചോദിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത് എന്ന് ആളുകൾ തിരിച്ചു ചോദിക്കൂലേ? ആ ചോദ്യം ഇവിടെ നായങ്കട്ടിൽ ഇവിടെ നടക്കുള്ളൂ മൗലവി. അവിടുന്ന് അജാതി ചോദ്യം ചോദിച്ചാ പള്ളർച്ചണ് കിട്ടും. എന്തറിയോ? പടച്ചോൻ തിരിച്ചു ചോദിക്കും, വസ്അലൂ അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ. മൗലവി, ഇത് ഇങ്ങക്ക് എന്നെ തിരിയണമെന്ന് ചിത്താന്തം കാട്ടിയതല്ലേ പേച്ചത്? വിവരമുള്ളോലെ ഞാൻ വേറെ തന്നിട്ടില്ലേ? ഓലോടൊന്ന് ചോദിച്ചു പഠിച്ചൂടേനിയോ? ഇതാണ് ചോദിക്കും ല്ലേ. ഇനി ഖുർആൻ ഞമ്മക്കറിയില്ല എന്നുള്ളത് ഞമ്മളെ വാദ അല്ല, വേറൊരു മുജാഹിദ് മൗലവി അല്ലെങ്കിലേ മുജാഹിദിയെ കാരണന്റെ അന്താണ്. ഈ അന്തേറ്റ ഓല് ഗവേഷണം ചെയ്യാ, പുടുത്തം പുടുന്ന് ഉറപ്പല്ലേ? നിങ്ങൾ നോക്ക്, ഒരു മുജാഹിദ് മൗലവി എന്നെ പറയുന്നുണ്ട് ഖുർആനെ എല്ലാരും അറബി അറിഞ്ഞത് കൊണ്ട് ഖുർആൻ അറിയില്ല. അറബി അറിയണ എല്ലാവർക്കും ഖുർആൻ അറിയില്ല എന്ന് മുജാഹിദ് മൗലവി എന്നെ പറയാം. അറബി അറിഞ്ഞത് കൊണ്ട് ഖുർആൻ അറിയില്ല. അങ്ങനെയാണെങ്കിൽ ഗൾഫ് രാജ്യത്തൊക്കെ എല്ലാ പോട്ടർമാരും അറബി പണ്ഡിതന്മാരാവൂലേ? ഇത് മുജാഹിദീങ്ങൾ തന്നെ പറയുന്ന വാദാണ്. അങ്ങനെ ഖുർആൻ മാത്രം നോക്കിയിട്ട് ഒരാൾക്ക് ഇവിടെ ദീൻ അനുഷ്ഠിക്കാൻ സാധ്യമല്ല. ആ ഖുർആനിന്റെ ഭാഷ മാത്രം ഒരാൾ മനസ്സിലാക്കിയത് കൊണ്ട് ഖുർആൻ തിരിയുമോ? എങ്കിൽ അറബി സാഹിത്യത്തിന്റെ ഏറ്റവും തറവാട്ടിലെ കാവലാളുകളായിരുന്ന അറേബ്യൻ ജനതക്ക് ഖുർആൻ വളരെ വ്യക്തമായി തന്നെ മനസ്സിലാകേണ്ടതായിരുന്നു. പക്ഷേ ചരിത്രം നേരെ മറിച്ചാണ് പഠിപ്പിക്കുന്നത്. അറബി സാഹിത്യത്തിൽ വലിയ പണ്ഡിറ്റാളായ അറബിയാക്കത് തിരിയില്ല. പിന്നെ അഫ്ളൽ ഉലമ കഷ്ടിച്ചൊപ്പിച്ച് കഴിച്ചിലായി LP സ്കൂളിൽ അറായിറ പഠിപ്പിച്ച ഞങ്ങൾക്ക് അത്യാവശ്യമൊക്കെ തിരിയും. ഈ മൗലവിമാരിപ്പൊ പറയണ എന്താ പറയണ അറിയോ? ആരാ ഖുർആനിക്ക് മടക്കേണ്ടത്? അവിടെയാണ് കള്ളി പൊളിയണത്. ആരാ മടക്കേണ്ടത്? സുന്നത്തിയമായത് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. കേരളത്തിലെ എല്ലാ സമസ്തക്കാരും പറയുന്നത് ഖുർആനിലും മതപരമായ വിഷയത്തിൽ തർക്കം വന്നാൽ പരിഹാരം പറയേണ്ടത് ആരാ? ഇമാമിയങ്ങൾ ഖുർആനും സുന്നത്തും നോക്കി പരിഹാരം പറഞ്ഞിട്ടുണ്ട്, അവിടെ നിൽക്കണം എന്നാണ്. മുജാഹിദീങ്ങൾ പറയുന്നതോ മതപരമായ വിഷയത്തിൽ തർക്കം വന്ന ബഹുമാനപ്പെട്ട ഞങ്ങളുണ്ട് ഇവിടെ. ആര്? ഈ ഉണക്ക മൗലവിമാര് അല്ലേ? അഫ്ളൽ ഉലമ കഷ്ടി ആരാപ്പി കേരള ജമിയത്തുൽ ഉലമ എന്ന് പറഞ്ഞ സാധനങ്ങൾക്ക് അറിയോ? LP സ്കൂളിൽ കുറച്ചാലൊക്കെ ടീച്ചർ പണി എടുത്തുകൊണ്ട് റിട്ടയർഡ് ആവുമ്പോൾ പിന്നെ കൊടുക്കുന്ന പണിയാണ് ജമിയത്തുൽ ഉലമയിലെ മെമ്പർഷിപ്പ്. ആ കേരള ജമിയത്തുൽ ഉലമന്റെ ഭരണഘടന പറയുന്നത് മതപരമായ വിഷയത്തിൽ തർക്കം വന്നാൽ മൗലവിമാരായ ഞങ്ങൾ ഖുർആനിക്ക് മടക്കിയിട്ട് മതം പറഞ്ഞുതരും. അതാണ് നിങ്ങൾ കേൾക്കേണ്ടത്. കേരള നേതൃത്വ മുജാഹിദിന്റെ ഭരണഘടന പറയുന്നുണ്ട്, ആദർശപരമായ വിഷയത്തിൽ തർക്കമുണ്ടായാൽ ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ കേരള ജമിയത്തുൽ ഉലമ എടുക്കുന്ന തീരുമാനമാണ് അംഗീകരിക്കേണ്ടത്. കുഞ്ഞാടുകൾ ആരെ സ്വീകരിക്കണം? ഈ പുരോഹിതന്മാരെ സ്വീകരിക്കണം. എന്നാൽ സുന്നത്തിയമായത് ആരെ സ്വീകരിക്കുന്നു? ഇമാമിങ്ങളെ സ്വീകരിക്കുന്നു. മുസ്ലിമേ, തർക്കത്തിന്റെ മർമ്മം അവിടെയാണ്. മദ്ഹബിന്റെ ഇമാമിയങ്ങൾക്കാണോ മതം മനസ്സിലായത്? മൗലവിമാർക്കാണോ? പിന്നെ ഖുർആനിക്ക് സുന്നത്തിക്ക് കണ്ട് വിളി ഉണ്ടല്ലോ, ആ വിളി അവിടുന്ന് നമ്മളാണ് പിടിപ്പിക്കുക. അതായത് കയ്യിലുള്ളത് വിട്ടിട്ട് പറക്കണീനെ പിടിക്കാനുള്ള പരിപാടിയാണ്. അതൊരു വഞ്ചനയാണ്, അതൊരു ചതിയാണ് മുസ്ലിമേ. ഇവിടെ നമ്മൾ ഗൗരവത്തോടെ മനസ്സിലാക്കേണ്ടതുണ്ട്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുതൽക്ക് ഈ സമുദായത്തെ ശക്തമായി ശല്യപ്പെടുത്തിയ കക്ഷികൾ, ആ കക്ഷികളാണ് മുനാഫിക്കീങ്ങൾ. അവർ നമ്മുടെ അകത്തുള്ള ആഭ്യന്തര ശക്തികളാണ് നമ്മെ തകർക്കുന്ന. അവർ അന്ന് മുതൽ ഇന്ന് വരെയുണ്ട് കേട്ടോ. ഖുർആനും സുന്നത്തും തന്നെയാണ് എല്ലാ കാലത്തും അവർ പറഞ്ഞിട്ടുള്ളത്.
എന്നാൽ ഇമാമിങ്ങൾ എന്തുകൊണ്ട് ഞങ്ങളെ സ്വീകരിക്കണം എന്ന് പറഞ്ഞില്ല എന്നല്ലേ? അവർക്ക് വിവരമുള്ളത് കൊണ്ട്. പക്ഷേ ഞങ്ങൾ മതപരമായ വിഷയത്തിൽ പരിഹാരം പറഞ്ഞു തരും, നിങ്ങൾ അതാണ് സ്വീകരിക്കേണ്ടത് എന്ന് പറഞ്ഞ മൗലവിമാർ എന്തു പറഞ്ഞു അറിയോ? നമ്മളിതൊക്കെ പറയും, സ്വഹാബത്ത് പെണ്ണിനെ പള്ളി കൊണ്ടയില്ല, സ്വഹാബികൾ അറബിയിൽ ഖുത്ബോദിയില്ല. അപ്പം മുജാഹിദ് മൗലവിന്റെ മുജാഹിദീങ്ങളെ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതാവുണ്ട് ടി.പി. അബ്ദുള്ള മദനി. ആ ടി.പി. അബ്ദുള്ള മദനി പറയാണ്, നിങ്ങൾ ഖബറിൽ ചെന്നിട്ട് നിങ്ങളോട് മുങ്കർ നക്കീർ ചോദിക്കുക, അല്ല മാലിക് ദീനാർ തങ്ങളല്ല ചങ്ങാതി എന്റെ കൈക്ക് ഈ ഖുർആൻ തന്നത്? അതെ. ആ ഖുർആനിലെ ദീൻ എങ്ങനെയാണ് പഠിപ്പിച്ചെന്നിട്ടില്ലേ ഒരു പള്ളിയിൽ നിന്ന് വല്ലതും പൂത്തി വെച്ചുക്കണോ? ഇല്ല. പിന്നെ എന്തേ അവരോതാത്തൊരു മലയാള ഖുത്ബ എന്റെ വക ഉണ്ടാക്കിയത്? അപ്പൊ ടി.പി. അബ്ദുള്ള മരിച്ചു എന്ന് ഖബറിൽ മലക്കുകൾ വല്ലതും ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ കേരള ജംഇയ്യത്തുൽ ഉലമ പറഞ്ഞിട്ടാ ചെയ്തതെന്ന് പറഞ്ഞാൽ മതി. കണ്ടങ്ങൾ വിവരല്ല എന്നുള്ള വിവരമല്ല. ഇമാമിങ്ങൾ പറഞ്ഞതോ ഞങ്ങൾ പറഞ്ഞു തന്നെ നിൽക്കണ്ട, ഞങ്ങളെക്കാളും വിവരങ്ങൾക്ക് ഉണ്ടാകുകയാണെങ്കിൽ ആ വിവരത്തിന്റെ കൂടങ്ങൾ നിന്നോളണ്ടി എന്ന് ഇമാമിങ്ങൾ പറഞ്ഞു. നമ്മൾ എന്തുകൊണ്ട് അവരെ തള്ളണില്ല? അവരെക്കാട്ടിലും വിവരം നമ്മളെ കയ്യിലില്ല. മൗലവിമാരെന്ത് പറഞ്ഞു? എല്ലാരെക്കാളും വിവരം ഞങ്ങൾക്ക് ഉണ്ട് എന്ന് മാത്രല്ല, ആ വിവരത്തിന്റെ അപ്പുറത്ത് വേറൊരു വിവരല്ല. മരിച്ചു ചെന്നിട്ട് നിങ്ങളോട് മലക്കുകൾ ചോദിക്കുക എന്തേ അങ്ങനെ ചെയ്തു? ഹബീബിന് മാലിക് ദീനാർ തങ്ങൾ ഈ ഹദീസൊക്കെ നിങ്ങൾക്ക് തന്നിട്ട് കമരി ഹബീബിനെ പള്ളിക്കൊണ്ടേ കാട്ടി തന്നുകണോ? ഇല്ല. 72 ആയത്തോത്താര് നരകത്ത് കൊണ്ടുപോകുന്നു പറഞ്ഞിട്ടില്ലേ? സ്വഹാബിയാൾ ഓതി പഠിപ്പിച്ചോടുത്ത് നിക്കണമെന്ന് പറഞ്ഞിട്ടില്ലേ? പിന്നെ എന്തിനാണ് എന്റെ പെണ്ണുങ്ങളെ ഈ കൊണ്ടേത്? അപ്പൊ എന്താ പറഞ്ഞ അബ്ദുൽ മദനി? ഈ വിശദീകരണം എന്റെ വകയാണ്. മൂപ്പര് പറഞ്ഞത് തരുള്ളൂ, ഖബറിൽ ചെന്ന് ചോദിച്ചാല് നിങ്ങൾ ഞമ്മളെ നമ്പർ കൊടുത്താൽ മതി, ബാക്കിയൊക്കെ നമ്മൾ ഏറ്റെടുത്തു. ഇവനോടൊന്നും ചോദിക്കരുതേ, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ടേ. ആമേൻ. ആ പൗരോഹിത്യം ബഹുമാനായ ടി.പി. അബ്ദുൽ മദനി നമ്മോട് സംസാരിക്കുന്നു. ഈ കാര്യം നാം പ്രത്യേകമായി ഓർക്കണം. നാം ഒരു പ്രതിസന്ധിയിലാണ്. നേതൃത്വത്തെ അംഗീകരിക്കാൻ നാം തയ്യാറാവുക. ആ നേതൃത്വം എടുത്ത തീരുമാനം അത് തെറ്റാണെങ്കിൽ ആ തെറ്റ് അവര് ചുമത്താൻ നാം തയ്യാറാവുക. പരലോകത്തെ അള്ളാഹുവിന്റെ മുന്നിൽ റബ്ബേ ഇവർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇതിനെ പിന്തുടർന്നത്, ഞങ്ങൾക്ക് അറിഞ്ഞുകൂടായിരുന്നു, ഈ പണ്ഡിതന്മാരാണ് ഞങ്ങളെ വഴിവേൽപ്പിച്ചത് എന്ന് നിങ്ങൾ പറയുക. അത് ഏറ്റെടുക്കാൻ കേരള ജംഇയ്യത്തുൽ ഉലമ തയ്യാറാണ് എന്ന കാര്യം ഞാനിവിടെ പറയാം. അങ്ങനെ ഷാഫി ഇമാം പറഞ്ഞില്ല, അങ്ങനെ അബൂ ഹനീഫ ഇമാം പറഞ്ഞില്ല, അങ്ങനെ ലോകത്തൊരു പണ്ഡിതനും പറഞ്ഞില്ല. കാരണം അവർ വിവരമുള്ളവരാണ്, വിനയമുള്ളവരാണ്, വിശ്വാസമുള്ളവരാണ്. അങ്ങനെ അവര് പറയാതെ തന്നെ അവർക്ക് ശേഷം വന്ന മുസ്ലിം ലോകം അവരെ സ്വീകരിച്ചു. കാരണം അവരെക്കാളും ഇവർക്ക് വിവരമുണ്ടെന്നവർ സ്വീകരിച്ചല്ലോ. അതേ സഹോദരന്മാരെ, നേരത്തെ മുജാഹിദ് മൗലവി പറഞ്ഞ ഹദീസ്, അദ്ദേഹം കൂടി സമ്മതിച്ച ഹദീസ് ഞാൻ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. സ്വഹാബത്തിന് പരിചയമുള്ള ആയത്തും ഹദീസും ല്ലേ? എന്നാ ഒരു മൗലവി പറയാണ്, ഇപ്പെങ്ങാനും സ്വഹാബത്ത് കേരളത്തിൽ വന്നാൽ, സ്വഹാബത്ത് കേരളത്തിൽ വന്നുകാണ്ട് ഇങ്ങനെ നോക്കിയാല് മുസ്ലിങ്ങളെ കണ്ടാ ചോദിക്കും, ഇത് എന്ത് ദീനടാ, ഇതെന്ത് ഇസ്ലാമടാ എന്നാര് ചോദിക്കൂ? ആര് ചോദിക്കും? സ്വഹാബികൾ ചോദിക്കും, ഉറപ്പല്ലേ? നിങ്ങളൊന്ന് ആലോചിക്കുക. ഹബീബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഒന്നെങ്ങാനും കൊടുങ്ങല്ലൂർ അങ്ങാടിയിൽ വന്നിട്ട് പണ്ടത്തെ പള്ളി അല്ലാതെ പുതിയ വഹാബികൾ ഉണ്ടാക്കിയ പള്ളിന്റെ ഉള്ളിലൊന്ന് പേച്ച് കയറിയാല് അവിടെ ഇങ്ങനെ വരും തീയൻ തെങ്ങുമ്മ കയറുന്ന മാതിരി. പിന്നെ ആകപ്പാടം വണ്ടിപ്പാഞ്ഞ ഒരാൾ മാർക്കറ്റിലെ വില പറയാം മിമ്പർമല്ലേ? ആ പുളിച്ച ഗ്രൂപ്പ് പ്രസംഗം മിമ്പർ ഇങ്ങനെ കേൾക്കുമ്പോ സ്വഹാബത്ത് ചോദിക്കണ ചോദ്യം മൗലവി പറഞ്ഞു. പിന്നെ കുറേ ഇസ്ലാമിൽപ്പെട്ടവർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ കൂടി കുറെ കൂട്ടിയിട്ട് അതും ഒരു സഹാബി ഇപ്പൊ വന്നു കഴിഞ്ഞാൽ ഇതെന്ത് നിസ്കാരമോ, ഇതെന്ത് നോമ്പാടോ മുസ്ലിം അങ്ങനെ ചോദിക്കും സ്വഹാബികള്. പോട്ടെ, കെ എം മൗലവി ഇപ്പൊ ഒരു വഹാബി പള്ളിയിൽ വന്നുള്ള കഥ എന്താ? കെ എം മൗലവി നല്ല വലവാലിനും കന്തൂറിയും ഒല്ലിയും തലീകെട്ടൊക്കെ കെട്ടി മിമ്പറമ്മ കയറിയ മനുഷ്യനാ. ആ കെ എം മൗലവി ഇപ്പൊ കവർന്ന് നീച്ചെന്ന് കണ്ട് വഹാബി പള്ളിക്ക് കയറിയപ്പോ ഈ സുന്നീന്ന് ചാടിപ്പോന്ന് ഈ പെണ്ണുങ്ങളെ ചാടിച്ചോണ്ടോട്ടമായി മൈസൂർ പുതിയ അപ്ലാരാതിരി വഹാബി പാളയത്തേക്ക് വന്ന കുറച്ച് പോയത്തക്കാരെ ഒഴിവാക്കിയാല് ബാക്കിയുള്ള മൗലവിമാരൊക്കെ തല തുറന്നിട്ട് മിമ്പറമ്മ കയറണോലല്ലേ? അങ്ങനത്തെ ഒരു പള്ളിന്റെ ഉള്ളിൽ കെ എം മൗലവി വന്നാല് ഈ മൗലവി ഇങ്ങനെ തലയിലൊന്നുകൂടാതെ ഈ കാൽസറായി ഇട്ട് കണ്ട് മിമ്പറമ്മ കയറുന്ന ഇങ്ങനെ ഇതെന്ത് ഖുത്ബടാ, ഇതെന്ത് മുജാഹിദടാ, അന്ത മുജാഹിദ് എന്ന് കെ എം മൗലവി ചോദിക്കൂല ചെങ്ങായിമാരെ ല്ലേ? ഇനി ഞാൻ ചോദിക്കട്ടെ, അബുല്ലാല മൗദൂദി സോളിഡാരിറ്റിക്കാരിങ്ങനെ പഞ്ചായത്ത് ഇലക്ഷനിൽ പാഞ്ഞു നടക്കുക വോട്ട് ചെയ്യിപ്പിച്ചാൽ, അബുല്ലാല മൗദൂദി മരിച്ചോളം പറഞ്ഞത് ബൂത്തുക്ക് പോകരുത് മക്കളെ, ജാതിന്ന് പുറത്തു പോകുന്നു.
അങ്ങനെ പറഞ്ഞു മരിച്ചുപോയ അബുല്ലാല മൗദൂദ് ഇന്ന് കേരളത്തിൽ ഒരു പഞ്ചായത്ത് ഇലക്ഷന്റെ ടൈമിൽ ഇങ്ങനെ വന്നു നോക്കിയാൽ സോളിഡാറ്റിക്കാർ മുഴുവൻ വോട്ട് ചോദിച്ചണ തിരക്കില്ല. എന്താ കാട്ടുക? ഉടനെ കുണ്ടമ്പടി എടുത്ത് ജമാഅത്തെ ഇസ്ലാമി അടാ ചോദിക്കൂലെ? സ്വഹാബത്തിന്റെ വിടി അവിടേക്ക് നിങ്ങൾക്ക് ഒരു പുക്കിൾ കൊടി ബന്ധമല്ല. അപ്പോ സഹോദരന്മാരെ, ഇത് ദീനല്ല, ഇത് ദീനല്ല. അല്ലാഹുവിന്റെ ഖുർആൻ ആ കാര്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. കാഫിറുകളും മുസ്ലിങ്ങളുമല്ലാതെ മുസ്ലിങ്ങൾക്കിടയിൽ നുഴഞ്ഞു കയറിയ മുനാഫിക്കീങ്ങളുടെ ലക്ഷണങ്ങൾ ഇതൊക്കെയാണ്. അവർ അല്ലാഹുവിന്റെ ഹബീബ് തെറ്റ് ചെയ്യുന്നവരാന്ന് പറഞ്ഞു. അല്ലാഹുവിന്റെ ഹബീബിന്റെ അസാധാരണത്വം നിഷേധിച്ചു. 1980കളിലെ അൽമനാർ എടുത്താൽ ഹബീബ് തെറ്റ് ചെയ്ത പാഠങ്ങൾ അവിടെ കാണാം. സൽസബീലിൽ അല്ലാഹുവിന്റെ ഹബീബ് 100 തെറ്റ് ചെയ്തു എന്ന കപട വിശ്വാസികളുടെ വാദം കടമെടുത്തത് കാണാം. അങ്ങനെയുള്ള കപട വിശ്വാസികളോട് എക്കാലത്തും പറയാൻ ഖുർആൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇദാ ഖീല ലഹും ആമിനൂ കമാ ആമനന്നാസ്. സ്വഹാബത്ത് എങ്ങനെയാണോ അല്ലാഹുവിന്റെ ദീന് പഠിപ്പിച്ചത് അങ്ങനെ നിങ്ങൾ ദീനനുഷ്ഠിക്കണേ എന്ന് പറയപ്പെട്ടാൽ ഖൽബിൽ ഈമാനുള്ളവർ അത് ചെവികൊള്ളുകയാണ്. ഇങ്ങനെയാണ് സ്വഹാബത്ത് ഖുതുബയോദിയത്. ഇന്നാലിന്ന ആളുകളെയാണ് അവർ ജുമാക്ക് കൊണ്ടുവന്നത്, ഇന്നാലിന്ന രൂപത്തിലാണ് അവർ ദീനനുഷ്ഠിച്ചത് എന്ന് പറയപ്പെട്ടാൽ ഈമാനുള്ള ആളുകൾ അത് സ്വീകരിക്കുന്നു. ഈമാനില്ലാത്ത കപട വിശ്വാസികൾ പറയുന്നത് എന്താണ്? അനുഅ്മിനു കമാ ആമന സുഫഹാ. അതേ യാഥാസ്ഥികന്മാരും പഴഞ്ചന്മാരും ഖുറാഫികളും ഖുബൂരികളുമായ കക്ഷികൾ അവർ പറഞ്ഞു നടക്കുന്ന കണ്ടതും കേട്ടതുമായ കഥകളെ പിറകെ പോകാൻ ഞങ്ങൾ ഒരുക്കമല്ല. അതേ ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന സകല മൗലവിമാരുടെയും ഉസ്താദായി അവർ പരിചയപ്പെടുത്തുന്ന വാഴക്കാട്ടെ MT അബ്ദുറഹ്മാൻ മൗലവി കേരളത്തിലെ മുസ്ലിയാക്കന്മാര് തെളിവല്ലാത്തതുപോലെ അല്ലാഹുവിന്റെ സ്വഹാബത്തും തെളിവല്ലെന്ന് പറഞ്ഞില്ലയോ? ഇത് തന്നെയാണ് അവരുടെ വാദം. ഖുർആൻ ഒന്നുകൂടി പറഞ്ഞു, ഇദാ ഖീല ലഹും ലാ തുഫ്സിദൂ ഫിൽ അർള്. ആ സ്വഹാബത്തിലേക്ക് അല്ലാഹുവിന്റെ ഹബീബ് കൊടുത്ത ഖുർആനും ഹദീസും സ്വീകരിച്ചതുപോലെ മതമനുഷ്ഠിക്കാൻ നിങ്ങൾ ഒരുക്കമല്ലെങ്കിൽ മാറി നിൽക്കൂ. സമുദായത്തിൽ ഫസാദ് സൃഷ്ടിക്കല്ല എന്ന് പറയപ്പെട്ടാൽ അതും അവർ സമ്മതിക്കില്ല. അവർ പകരം പറയുന്ന ന്യായം എന്താണെന്നറിയോ? ഖാലൂ ഞങ്ങൾ ഇസ്ലാഹി പ്രവർത്തകരാണ്, ഞങ്ങൾ നവോത്ഥാന പ്രവർത്തകരാണ്, ഞങ്ങൾ ഇസ്ലാഹി പ്രബോധകന്മാരാണ്, ഞങ്ങൾ നവോത്ഥാനന്മാരാണ്. എന്നാൽ അവരുടെ കാപട്യം നിറഞ്ഞ കള്ളവാദം അതേ ഇന്നത്തെ മൗലവിമാരുടെ നെറ്റിത്തടത്തിൽ ഒട്ടിച്ച് സ്റ്റിക്കറാക്കി വെക്കാവുന്ന ആയത്ത് 14 നൂറ്റാണ്ട് മുമ്പ് ഖുർആനിൽ അല്ലാഹ് അവതരിപ്പിച്ചു. മുസ്ലിമേ, നമുക്ക് ദിശാബോധം തന്നതാണ് ഖുർആൻ. അവിടെയും ശരിയുണ്ട്, ഇവിടെയും ശരിയുണ്ട്. അങ്ങനെയൊന്നും പറയാനും പ്രശ്നത്തിനും പോണ്ടെന്ന അഴകുഴപ്പൻ സമീപനം സ്വീകരിക്കാൻ ഇത് രാഷ്ട്രീയമല്ല, ഇത് ദുനിയാവിന്റെ കാര്യമല്ല. ഖുർആൻ അസന്നിഗ്ധമായി പറയുന്നു, അലാ ഇന്നഹും ഹുമുൽ മുഫ്സിദൂൻ. അവർ നവോത്ഥാനകാരികളല്ല, അവർ നാശകാരികളാണ്. അതേ ഇങ്ങനെയുള്ള കപട വിശ്വാസം നെഞ്ചിലേറ്റി സമുദായത്തെ പിളർത്താൻ വരുന്ന കക്ഷികൾ ഞങ്ങൾ നവോത്ഥാനകാരികളാണെന്ന് അവകാശപ്പെടുന്ന ഒരു വിഭാഗമുണ്ടാകും. ആ വിഭാഗം ഇവരല്ലാതെ വേറെ ആരാ? എന്നാൽ അവർ ഫസാദുകാരാണ്. എന്തുകൊണ്ട്? ഇസ്ലാഹ് നിർവഹിക്കേണ്ടത് എങ്ങനെയാണ്? ലാ യസ്ലഹു ആഖിറു ഹദിഹിൽ ഉമ്മ ഇല്ലാ ബിമാ സലഹ ബിഹി അവ്വലുഹാ. പൗരാണികരായ മുസ്ലിം ലോകം അതേ കേരളത്തിൽ ഇസ്ലാമിന്റെ നവോത്ഥാനത്തിന് നാന്ദി കുറിച്ചത് ഹിജ്റ 5 മാലിക് ദീനാർ റളിയല്ലാഹു അൻഹുവിലൂടെയാണ്. ആ നവോത്ഥാനത്തിന്റെ ചരിത്രം ഹിജ്റ 5 മുട്ടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കൊടുങ്ങല്ലൂർ
കൊടുങ്ങല്ലൂരിലെ പള്ളിയിലേക്ക് അതിന്റെ വേര് നീണ്ടുകിടക്കുന്നില്ലെങ്കിൽ അത് നവോത്ഥാനമല്ല, അത് നശീകരണമാണ്. അതുകൊണ്ട് സ്വഹാബത്തിന്റെ വഴി സ്വീകരിച്ചു. അസ്ഹാബി കന്നുജൂമി ഫബിഅയ്യി മുഖ്തദൈതും യുഹ്തദൈതും ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, എന്റെ സ്വഹാബത്ത് വിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രാമാണികമായ പ്രജ്വലതയെ ലോകത്ത് പ്രദർശിപ്പിക്കുന്ന പ്രൗഢോജ്വലങ്ങളായ നക്ഷത്ര താരങ്ങളാണ്. അവരെ നിങ്ങൾ സ്വീകരിക്കണേ മുസ്ലിമേ. അല്ലാഹു ആ വഴിയിലൂടെ സ്വീകരിച്ച് ആഖിബത്ത് നന്നായി മരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് എന്താണ്? ഏതു സമയത്താണ് മരണം നമ്മളെ തേടിയെത്തുക പറയാൻ കഴിയില്ലല്ലോ. മരിക്കുന്ന സമയത്ത് ഈമാനോടെ മരിക്കണ്ടേ. സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ടുകൊണ്ട് റഹ്മത്തിന്റെ മലായികത്തിന്റെ സാന്നിധ്യത്തോടെ അതേ മുത്തുനബിയുടെ പരിശുദ്ധമായ പുഞ്ചിരി തൂകുന്ന വദനം കണ്ടുകൊണ്ട് കലിമ ഉറക്ക ചൊല്ലിക്കൊണ്ട് റബ്ബിലേക്ക് അടുക്കാൻ നമുക്ക് അല്ലാഹു അവസരം തരട്ടെ. അതിനുള്ള മാർഗമാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, നിശ്ചയം അതെ അല്ലാഹുവാണ് ഞങ്ങളുടെ രക്ഷിതാവെന്ന് പറയുകയും സുമ്മസ്തഖാമൂ, യഥാർത്ഥ സത്യരാജരിത്യയാകുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങൾക്ക് അധിഷ്ഠിതമായ കർമ്മമേഖലയിൽ മുന്നേറുകയും ചെയ്താൽ തതനസ്സലു അലൈഹിമുൽ മലായിക, അല്ലാഹു നമുക്ക് നിശ്ചയിച്ചിരിക്കുന്ന സമയമങ്ങ് എത്തുന്ന സന്ദർഭത്തിൽ നമുക്ക് അല്ലാഹു തീരുമാനിച്ച ആയുസങ്ങ് പൂർത്തീകരിക്കപ്പെടുന്ന സമയത്ത് തതനസ്സലു അലൈഹിമുൽ മലായിക ഖാബിദുൽ അർവാഹ് മലക് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ട് നമ്മുടെ റൂഹങ്ങ് പിടിക്കുന്ന സമയത്ത് അനുഗ്രഹത്തിന്റെ മാലാകമാരുടെ സാന്നിധ്യമുണ്ട്. അവര് നമ്മളോട് അറിയിക്കുന്ന സുവിശേഷം എന്താണ്? അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതി കുന്തും തുഅദൂൻ. നിങ്ങൾ ഭയവിഹ്വലരാകണ്ട, നിങ്ങൾ ദുഃഖിക്കണ്ട. നിങ്ങൾക്ക് സുവിശേഷം അറിയിക്കപ്പെട്ട, നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ട സ്വർഗമിതാ, അത് കണ്ടുകൊണ്ട് സന്തോഷിച്ചുകൊള്ളുക എന്ന് പറഞ്ഞ് ഈമാനോടെ മരിക്കാൻ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്താകുന്ന ഹഖായ ദീനിൽ ഉറച്ചു നിൽക്കുക. ആ നിലക്ക് നമ്മളങ്ങ് ജീവിക്കുമ്പോ മരിക്കുന്ന സമയത്ത് ഈമാനോടെ മരിക്കാൻ കഴിയും. അതേ നമ്മളെ മഹാന്മാരായ സ്വാലിഹീങ്ങൾ മുഴുവനും, നമ്മളെ പണ്ഡിതന്മാര് മുഴുവനും, മഖ്ദൂം തങ്ങള്, അതേ മമ്പുറത്തെ തങ്ങള്, ഉമർ ഖാദി തങ്ങള്, സിഎം വലിയുല്ലാഹി, ബഹുമാനപ്പെട്ട വേലത്തെ തങ്ങള്, ബഹുമാനപ്പെട്ട ആറ്റക്കോയ തങ്ങള്, ശൈഖുനാ ഹിബത്തുല്ലാഹ് തങ്ങള്, കൈപ്പമംഗലം അബ്ദുൽ കരീം ഹാജി, ബഹുമാനപ്പെട്ട ഇകെ അഹമ്മദ് ഹാജി മുറ്റിച്ചൂര്, വലിയുല്ലാഹി അന്ത്രുപ്പാപ്പ, അങ്ങനെ തുടങ്ങിയ ബഹുമാനപ്പെട്ട നമ്മുടെ ചെറുശോല ഉസ്താദ്, വന്യരായ ശറഫുദ്ദീൻ ഉസ്താദ്, ഇങ്ങനെ ഞാൻ പേര് പറഞ്ഞവരും വിട്ടുപോയവരുമായ ബഹുമാനപ്പെട്ട ശൈഖുൽ ഹദീസ് നെല്ലിക്കുത്ത് ഉസ്താദ്, അബ്ദുള്ള ഉസ്താദ്, ബഹുമാനപ്പെട്ട പി ഉസ്താദ്, ഈ അടുത്ത സമയത്ത് മരിച്ചുപോയ വന്യരായ PMK ഫൈലി ഉസ്താദ്, കണ്ടില്ലേ അവരെ ഖൽബിന്റെ ശുദ്ധി, അവർ സ്വീകരിച്ചിരിക്കുന്ന, നമ്മളൊക്കെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വഴി അല്ലാഹ് പൊരുത്തപ്പെട്ട മാർഗമാണ് എന്നതിന്റെ തെളിവല്ലേ. മലപ്പുറം ജില്ലയിലെ മോങ്ങത്തെ തന്റെ വീട്ടിൽ നിന്ന് പുലർച്ചെ 3:30 മണിക്ക് അല്ലാഹുവിന്റെ ദീനുമായി ബന്ധപ്പെട്ട വിഷയത്തിന് സുന്നത്ത് ജമാഅത്തിന്റെ
ജമാഅത്തിന്റെ സ്ഥാപനമായ അതേ കൊല്ലം ജില്ലയിലെ ഖാദിസിയയിലേക്ക് ലക്ഷ്യം വെച്ച് യാത്ര തുടങ്ങുമ്പോ മഹാനവറുകളുടെ ജീവിതത്തിൽ അവസാനത്തെ സുബഹി നമസ്കാരം നിർവഹിച്ചത് എവിടെ നിന്നാണ്? അതേ കൊച്ചു കേരളത്തിലെ മക്ക എന്ന് വിശേഷിപ്പിക്കുന്ന പൊന്നാനി മഖ്ദൂം തങ്ങളുടെ പള്ളിയിൽ വന്നിട്ട് മഖ്ദൂം തങ്ങളുടെ പള്ളിയിൽ വന്ന് സുബഹി നമസ്കാരം നിർവഹിച്ച് മഖ്ദൂം തങ്ങളെ സിയാറത്ത് ചെയ്തത് ഒരു നിയോഗമല്ലയോ? അതേ ഇസ്ലാം മതം ആശ്ലേഷിച്ചുകൊണ്ട് നവാഗതരായ മുസ്ലിമീങ്ങൾ കടന്നു വരുമ്പോ അവർക്ക് അവസരം കൊടുത്തുകൊണ്ടിരിക്കുന്ന പൊന്നാനി, ആ പൊന്നാനിയിൽ വന്നുകൊണ്ട് അതേ ആയിരക്കണക്കിന് വിശ്വാസികൾക്ക് കലിമ ചൊല്ലിക്കൊടുക്കാൻ അല്ലാഹു ഭാഗ്യം നൽകിയ ബഹുമാനപ്പെട്ട PMK ഫൈളി ഉസ്താദ് ആ പൊന്നാനിയിൽ വന്ന് മഖ്ദൂം തങ്ങളുടെ സമീപത്ത് വന്ന് അവിടുന്ന് ജീവിതത്തിൽ അവസാനത്തെ സുബഹിയും നമസ്കരിച്ച് ബഹുമാനപ്പെട്ട മഖ്ദൂം തങ്ങളുടെ ആശീർവാദവും അനുഗ്രഹാശിസുകളും ഏറ്റുവാങ്ങിയിട്ട് അവിടുന്ന് ദീനിന്റെ വഴിയിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വാഹനം നിയന്ത്രണം വിട്ട് അപകടം പിണഞ്ഞത് ഓ മുസ്ലിമീങ്ങളെ, അവസാനം മരിക്കുന്നതിന്റെ തൊട്ടു മുൻപ് വരെ അല്ലാഹു പൊരുത്തപ്പെട്ട മഹാന്മാരുമായി ബന്ധം സ്ഥാപിക്കാനും റബ്ബിന്റെ ദീനിന്റെ കേന്ദ്രത്തിലെത്താനും അല്ലാഹു അവസരം കൊടുത്തത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ കറാമത്താണ്, ഈ ദീനിന്റെ പുരോഗതിയാണ്. അതുകൊണ്ട് ആധുനിക പണത്തിന്റെ പളപളപ്പ് കൊണ്ട് ഭൗതികതയുടെ അതിപ്രസരത്തിൽ ഒരിക്കലും ഈ ഭൗതിക ലോകത്തെ പ്രകോപനങ്ങൾക്കോ വശംബദരായി പാവപ്പെട്ട എന്റെയും നിങ്ങളുടെയും ഖൽബിൽ അല്ലാഹു കത്തിച്ചു വെച്ചിരിക്കുന്ന ഈമാനിന്റെ കൈ തിരികെട്ടുപോകാൻ നമ്മൾ അവസരം കൊടുത്തുകൂടാ. ഹിദായത്തിന്റെ വെളിച്ചം നഷ്ടപ്പെട്ടുകൂടാ. മരിക്കുന്ന സമയത്ത് ഈമാനോടെ മരിക്കണം. അതിനുവേണ്ടിയാണ് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനം, അതിനുവേണ്ടിയാണ് ദീനിന്റെ ഖിദ്മത്ത്. സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളോട് കടുത്ത വെറുപ്പ് നമ്മളെ ഖൽബിൽ അല്ലാഹു നമുക്ക് നിലനിർത്തി തരട്ടെ. അതിനാണ് ഇവിടെ മഹാന്മാരായ പണ്ഡിതന്മാര് മുഴുവനും അധ്വാനിച്ചിട്ടുള്ളത്. ബഹുമാനപ്പെട്ട മർഹൂം EK ഹസൻ മുസ്ലിയാർ സ്വീകരിച്ച നിലപാട്, പതി അബ്ദുൽ ഖാദിർ മുസ്ലിയാർ സ്വീകരിച്ച നിലപാട്, അണ്ടോണ ഉസ്താദ് സ്വീകരിച്ച നിലപാട്, ചെറുസോല ഉസ്താദ് സ്വീകരിച്ച നിലപാട്, നെല്ലിക്കുത്ത് ഉസ്താദ് സ്വീകരിച്ച നിലപാട്, അവരൊക്കെ മഖ്ദൂം തങ്ങൾ പഠിപ്പിച്ച ആശയം സ്വീകരിച്ചവരാണ്. മമ്പുറത്തെ തങ്ങൾ പഠിപ്പിച്ച ആശയം അംഗീകരിച്ചവരാണ്. ഉമർ ഖാദി തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ച ആശയം സ്വീകരിച്ചവരാണ്. നമ്മൾ വ്യവസ്ഥാപിതമായ മുന്നേറ്റം നടത്തുമ്പോഴും ശാസ്ത്രീയമായ സംവിധാനങ്ങളിൽ മുഴുകുമ്പോഴും അടിസ്ഥാനപരമായ ഇത്തിഖാദിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ഏർപ്പാട് വേണ്ട. സുന്നത്ത് ജമാഅത്തിന്റെ അഖീദ വിട്ടുകൊണ്ട് നമ്മൾ കളിച്ചാൽ എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന, എല്ലാവരെയും മയപ്പെടുത്തുന്ന മൃദുലമായ സമീപനം നമ്മൾ സ്വീകരിച്ചാൽ പടച്ച റബ്ബ് നമ്മളെ പരീക്ഷിക്കും കേട്ടോ. നിർണായക ഘട്ടത്തിൽ അല്ലാഹുവിന്റെ ദീന് വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ മഹാന്മാരായ ഉലമാ തീവ്രമായ നിലപാട് ആദർശ വിഷയത്തിൽ സ്വീകരിച്ചപ്പോ അല്ലാഹ് നമ്മക്ക് ഇസ്സത്ത് തന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മളുടെ പോരിശ കൊണ്ടല്ല, നമ്മളെ ശാസ്ത്രീയ മുന്നേറ്റം കൊണ്ടല്ല, നമ്മളെ വ്യവസ്ഥാപിതമായ പ്രവർത്തനങ്ങളെ കൊണ്ടല്ല, അവരുടെ ഇഖ്ലാസ് കൊണ്ടാണ് കേട്ടോ. അത് വിട്ടിട്ട് നമ്മളൊരു പുതിയ ശൈലി സ്വീകരിക്കണ്ട. പടച്ച റബ്ബ് നമ്മൾ അനുഗ്രഹിക്കട്ടെ.